അതന്നെ good evening ma'am എന്ന് പറഞ്ഞു. Okay. Yes, good evening. Good evening, sir. Good evening, sir. Good evening, sir. Okay, good evening. Good evening, sir. Okay, good evening. Start ചെയ്യാം. Okay. ക്ലാസ് ഒന്ന് മാറിപ്പോയായിരുന്നു. MT3 പോയി. 5 മിനിറ്റ് വൈകി. Okay. Start ചെയ്യേ. Let us start. Okay. Yes, Okay, sir. sir. Okay. Okay. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ആ സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് നമ്മള് അവർ വരാറുണ്ട് എന്നുള്ളതിനേക്കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്നുള്ളതിന് ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. അവർ വരാറുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഡു ദേ കം എന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് സിമ്പിൾ പ്രസന്റിനോട് ഒന്ന് വിട പറയാം. ഓക്കെ. അപ്പൊ അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞു. ഈ അവർ എന്നുള്ളതിന് പകരം അവൻ എന്നാണെങ്കിൽ എന്ത് വരും? ഈ മനസ്സിലായി? ബാക്കി പറ. He comes. ഈ കംസ് വരും അല്ലെ? കാരണം എന്താണ്? നമ്മൾ എസ് വരണമെന്ന് പറയാൻ കാരണം സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് വേണമെന്നുള്ള നിയമം അനുസരിച്ച് ഈ കഴിഞ്ഞിട്ട് കംസ് വരും. അപ്പൊ അവൻ വരാറില്ല എന്നാണെങ്കിൽ എന്ത് വരും? അവൻ വരാറില്ല എന്നാണെങ്കിൽ എന്ത് വരും? He do not come. He do not come. He do not come അല്ലേ? He does not come. കം ആണ് കംസ് ആണ്? Does not come. ഡസ് നോട്ട് കം ആണ്. ഓക്കെ. ഒരാൾ ഡസ് നോട്ട് കംസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കാം. അവൻ വരാറില്ല എന്നാണെങ്കിൽ അവൻ എന്നുള്ളതിന് ഹി. ഇപ്പൊ നെഗറ്റീവ് അല്ലേ വരാറില്ല എന്ന് പറയുമ്പോ. അപ്പൊ ഡൂവിന്റെ കൂടെ എസ് ചെയ്യാത്തിട്ട് ഡസ് എന്നാക്കിയാൽ മതി. അപ്പൊ ഹി ഡസ് നോട്ട് കം. അവൻ വരാറില്ല. ഇനി അവൻ വരാറുണ്ടോ എന്നാണെങ്കിൽ നോട്ടങ്ങട് കളയ ഡസ് എന്നുള്ളത് ആദ്യം പറയാം. അപ്പൊ എന്താ ഡസ് ഹി കം? അവൻ വരാറുണ്ടോ? ഇത്രയുമാണ് സിമ്പിൾ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. സിമ്പിൾ പ്രസന്റ് നമ്മളന്ന് സിമ്പിൾ പ്രസന്റില് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ഓരോരുത്തര് നമ്മുടെ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. ഓക്കെ. ശരി, സമ്മതിച്ചു. അപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ആയ ഒരു സെന്റൻസ്, അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്. ആ സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ നമുക്ക് എഴുതാം? ഞാനൊരു എക്സാമ്പിൾ പറയാം. മലയാളത്തിൽ ഒരു വാചകം പറയണം. രാമൻ പാമ്പിനെ കൊന്നു. രാമൻ പാമ്പിനെ കൊന്നു. നിങ്ങൾ ഇതേ അർത്ഥം നിങ്ങൾ തിരിച്ചു പറയാം. പക്ഷേ നിങ്ങൾ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ വാക്ക് പാമ്പെന്നായിരിക്കും. ഞാൻ പറഞ്ഞപ്പോ ആദ്യത്തെ വാക്ക് രാമനായിരുന്നു. നിങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ വാക്ക് രാമൻ എന്നുള്ളതിന് പകരം പാമ്പെന്നായിരിക്കണം. ഇതേ അർത്ഥം പറയാൻ വേണം. രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ള അർത്ഥം പറയാൻ വേണം. എന്ന് പറഞ്ഞു നോക്കി. The snake was Raman. the snake killed by
ബൈ രാമൻ. മലയാളത്തിൽ പറയുമ്പോൾ എന്ത് പറയും? രാമൻ സ്നേഹിനെ കൊന്നു. രാമൻ സ്നേഹിനെ കൊന്നപ്പോ ആദ്യം രാമൻ തോന്നില്ലേ? പാമ്പിനെ കൊന്നത് പാമ്പിനെ രാമൻ കൊന്നു. എന്തോ? പാമ്പിനെ രാമൻ കൊന്നു. രാമനാൽ പാമ്പ് കൊല്ലപ്പെട്ടു. The snake was killed by പാമ്പിനെ കൊന്നത് രാമനാണ്. Raman. ആദ്യം വരുന്ന ഒന്ന് Object ആദ്യം വന്നത് വരുന്ന പേര് subject ആവും. ആ അപ്പൊ a snake was പാമ്പിനെ killed കൊന്നത് by Raman. രാമനാണ്. കൊന്നത് രാമനാണ്. ശരി 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 ശരി. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാം, അത് മതി. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാമെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ആണ്. അപ്പോ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക, പാസീവ്, PASSIVE, പാസീവ്, PASSIVE, പാസീവ് വോയിസ്, VOICE, വോയിസ്, പാസീവ് വോയിസ്, passive voice of simple SIMPLE, simple present, PRESENT. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോ പാസീവ് വോയിസ് ചെയ്തപ്പോൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. തന്നിരിക്കുന്ന വാചകത്തിലെ ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഒബ്ജക്റ്റ് ഇപ്പോ ഐ ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിക്കുന്നു. അപ്പോ കുടിക്കുക എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. എന്ത് കുടിക്കുന്നു? ചായ കുടിക്കുന്നു. കേട്ടാ, അപ്പൊ ചായ എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് ആസ്ക് 2 questions, വാട്ട് ഓർ ഹും, then we will get an answer. അപ്പൊ നമുക്കൊരു മറുപടി കിട്ടും. ആ മറുപടിയാണ് ഓബ്ജക്റ്റ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഐ റൈറ്റ് ദ ലെറ്റർ, ഞാൻ കത്ത് എഴുതുന്നു. അപ്പൊ എഴുതുന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്, എന്തെഴുതുന്നു? കത്ത് എഴുതുന്നു. അപ്പൊ ഇത് കിട്ടി, കത്ത് എന്നുള്ള ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി. ഇനി വേറൊരു സെന്റൻസ് പറയാണ്, ഞാൻ അവനെ കണ്ടു. അപ്പൊ കണ്ടു എന്തിനോട് നമ്മൾ ചോദിക്കുന്നു, എന്ത് കണ്ടു? ആൻസർ ഇല്ല. ആരെ കണ്ടു? അവനെ. അപ്പൊ എന്നുള്ളത് കിട്ടി, ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെ തന്നിരിക്കുന്ന വാചകത്തില് നമ്മൾ ആദ്യം തന്നെ ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് വി ക്യാൻ ആസ്ക് 2 questions, whom or what. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന് മറക്കാതിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. ആ സിമ്പിൾ പ്രസന്റിൽ വരുന്ന ഒരു വാചകത്തെ പാസീവ് വോയിസിലോട്ട് എങ്ങനെ മാറ്റണം എന്നുള്ളതാണ് ഇത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം വേണ്ടത് ഒബ്ജക്റ്റ്, OBJECT, ഒബ്ജക്റ്റ് എഴുതുക. OBJECT, ഒബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ഒരു സ്ലാഷ് ഇടുക. ഈസ്, ആം, ആർ, ARE, ആർ, ഈസ്, ആം, ആർ, ഈസ്, ആം, ആർ, ARE. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈസ്, ആം, ആർ എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ഇടുക. പ്ലസ് വെർബ്, വെർബ് എന്നുള്ളതിന് ബി ഇട്ടാൽ മതി, വി. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റില്, വീട് ബ്രാക്കറ്റില് PP ഇടാം. PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ചുരുക്കമായിട്ട് PP ഇടാം.
യെസ്. അപ്പൊ നോക്കി, ആദ്യം ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതിൽ V3 മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം എന്നർത്ഥം. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പാസീവ് വോയിസോട്ട് വരുമ്പോൾ സിമ്പിൾ പ്രസന്റിന് പാസീവ് വോയിസോട്ട് ആക്കുമ്പോൾ ചെയ്യേണ്ട രീതി. ഇനി ഞാനിവിടെ ഒരു സെന്റൻസ് പറയുന്നു, നിങ്ങൾ കൂടെ എഴുതിക്കുക. I use computer, COMPUTER, I use computer. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. I use computer, ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അപ്പൊ നോക്കി, ഐ സബ്ജക്റ്റ് ആണ്, യൂസ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ആണ്. മനസ്സിലായി? ഈ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഈ വാചകത്തിലെ ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കും. നോക്കിയേ, ഐ യൂസ് കമ്പ്യൂട്ടർ, ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് whom or what, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദ്യം ചോദിക്കുക. നമ്മൾ ചോദിക്കണം എന്ത് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അപ്പൊ കമ്പ്യൂട്ടർ അതിനകത്ത് എന്താണ്? ഓബ്ജക്റ്റ് ആണ്. അപ്പൊ അത് ആദ്യം എഴുതുക, കമ്പ്യൂട്ടർ, ആദ്യം എഴുതി കമ്പ്യൂട്ടർ. അപ്പൊ ഓബ്ജക്റ്റ് നമുക്ക് കിട്ടി. ആ ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. ഒരു കമ്പ്യൂട്ടർ എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈസ് വരൂ, ആറ് വരൂ, ആം വരൂ, ഈസ് വരും. അപ്പൊ കമ്പ്യൂട്ടർ ഈസ്, അത് ശരിയായി, കമ്പ്യൂട്ടർ ഈസ്. ഇനി വേണ്ടത് എന്താണ്? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. വെർബ് ഇവിടെ ഏതാണ്? യൂസ്, അത് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് USED, യൂസ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും യൂസ്ഡ് തന്നെയാണ്. അപ്പൊ യൂസ്, യൂസ്ഡ്, യൂസ്ഡ് ആണ്, USED. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ്ഡ് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഇത് എഴുതാവുന്നത് കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് എന്ന് എഴുതിയാൽ മതി. ആദ്യത്തെ സബ്ജക്റ്റ് കൊണ്ട് വിടാം, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ്. ഇനി അത് എഴുതണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ എന്നാണെങ്കിൽ മീ എന്ന് മാറ്റണം. അതിന് തൊട്ട് മുന്നിൽ ഒരു ബൈ എന്ന് കൂടി ചേർക്കണം. അപ്പോ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ബൈ മീ എന്നുള്ളത്. കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ബൈ മീ. അപ്പൊ അതിനുള്ള എന്താണ് മാറ്റണം? മീ എന്നായിരിക്കും മാറ്റണം. എനിക്ക് തോന്നുന്നത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിടികിട്ടിയില്ലേ? ഇതിനകത്ത് ഇത്രയുള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. ഇതിനകത്ത് ഇത്രയുള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണോ എന്ന് ആദ്യം നോക്കാം. നോക്കി കണ്ടുപിടിച്ചു. ആ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇത്ര ഉപയോഗിക്കുക. ഇവിടെ ഉള്ളു കേസ്, വേറെ പ്രശ്നമില്ല. അപ്പൊ ആദ്യം ഇത് സിമ്പിൾ പ്രസന്റിലുണ്ട്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേറെ നിയമമാണ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റിന്റെ കേസാണ്. ഓക്കെ, ഇവിടെ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 2-3 കാര്യങ്ങൾ നിങ്ങൾ സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് ഏത് രീതിയിലോട്ട് മാറുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. THEY, ദേ എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇടുക. THEY, ദേ, എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇടുക. ആരോ മാർക്ക് ഇട്ടിട്ട് ദം എഴുതുക. ദേ എന്നുള്ളത് ദം ആയിട്ട് മാറും. THEM, ദം. ആ ദയുടെ അടിയിൽ ഇനി അടുത്ത് എഴുതുക ഐ എഴുതുക. ഐ എന്നുള്ളത് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മീ എന്നാക്കുക. മീ, ME, മീ. ഓക്കെ, അടുത്തത് വി ആണ്. WE, വി. WE, വി. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അതിനെ അസ് എന്ന് മാറ്റുക. US, അസ്. അടുത്തത് കീ ആണ്. HE, കീ. HE, കീ. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹിം എന്നത് HIM, ഹിം. HIM, ഹിം. ഓക്കെ,
അടുത്തത് ഷീ, SHE, ഷീ. ആരോ ഇട്ടിട്ട് ഹെർ എന്നത്, ഹെർ, HER, ഹെർ. ഞാൻ അപ്പൊ ഒന്നുകൂടി കൂടെ വായിക്കാം. ദേ, ദമ്മായിട്ട് മാറ്റുക. ഐ, മീ ആയിട്ട് മാറ്റുക. വി, അസായിട്ട് മാറ്റുക. ഹി, ഹിമ്മായിട്ട് മാറ്റുക. ഷീ, ഹെയറായിട്ട് മാറ്റുക. ഇനിയിപ്പോ ഈ തന്നിരിക്കുന്ന വാചകങ്ങളില് ദം, മീ, അസ്, ഹിം, ഹെർ ഇതിലെ ഇങ്ങനെയുള്ള വാക്കുകളാണ് ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ തൊട്ട് മാറ്റിയേക്കാം. ദം എന്നാണെങ്കിൽ തേന്ന് ഉപയോഗിച്ചെഴുതണം, മീന്നാണെങ്കിൽ ഐന്ന് ഉപയോഗിച്ചെഴുതണം. ഓക്കെ, അപ്പോ എങ്ങനെയാണ് പാസീവ് വോയിസ് എഴുതേണ്ടത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി ഒരു വാചകം പറയാം, നിങ്ങൾ അതൊന്ന് അതിന് പാസീവ് വോയിസ് എന്ന് എഴുതാം. ഓക്കെ, ഒന്നാമത്തെ വാചകം കേട്ടോ. ദേ, THEY, ദേ teach, 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 they teach English, ENGLISH, English poem. They teach English poem, POEM, poem. They teach English poem. Okay. നിങ്ങളൊന്ന് എഴുതിയതിന്റെ പാസീവ് വോയിസ് ഒബ്ജക്റ്റ് ഏതാണ് കണ്ടുപിടിക്കുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കുന്നത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസീവ് പാർട്ടിസിപ്പിൾ എഴുതുക. English poem is taught by them. ഓക്കെ, ഒന്നൊരു സൗണ്ട് ക്ലിയർ ആയില്ല. എഴുതി വിടാമോ? English poem is taught by them. ഓക്കെ, ഒരാളങ്ങനെ പറഞ്ഞു. ഇനി അടുത്ത ആള്. ബാക്കി തെറ്റിയാലും കുഴപ്പമില്ല, എഴുതുന്നുള്ളത്. English poem is taught by them. ഓക്കെ, അടുത്ത ആള്. ഇരുപത്തിമൂന്ന് പേരുണ്ട്, രണ്ടുപേരെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവരോട് പറഞ്ഞാലോ. യെസ്, രേഷ്മ എഴുതിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. English poem is taught by them. ഓക്കെ, English poem taught by them. ഓക്കെ. English poem is taught by them. ഓക്കെ, ഇംഗ്ലീഷ് പോയം ഈസ് ടോട്ട് ബൈ ദം, ഈസ് ടോട്ട് ബൈ ദം ശരിയാണ്. അവിടെ നോക്കി, ദേ ടീച്ച് ഇംഗ്ലീഷ് പോയം. ദേ ടീച്ച് ഇംഗ്ലീഷ് പോയം എന്ന് പറയുമ്പോൾ എന്ത് പഠിപ്പിക്കുന്നു? ഇംഗ്ലീഷ് പോയം പഠിപ്പിക്കുന്നു. അപ്പൊ അത് ഓബ്ജക്റ്റ് ആയിട്ട് എടുത്ത് ഇംഗ്ലീഷ് പോയം, അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, പോയംസ് എന്നാണെങ്കിൽ ആറ് വന്നല്ലേ, പോയം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈസ്, ടീച്ച് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ടീച്ച്, ടോട്ട്, ടോട്ട് എന്നാണ്. ഇംഗ്ലീഷ് പോയം ഈസ് ടോട്ട്. ഓക്കെ, ശരിയാണ് പറഞ്ഞത്, ശരിയാണ്. അടുത്തത്, he washes, WASHES, washes my car, MY, my CAR, car. He washes my car. Okay, he washes my car. My car is washed by him. My car is washed by him. Okay, clear ആയില്ല. My car is washed by him. Car is washed. Okay.
My car is washed by him. ബൈ ഹിം. Him. ആ ഓക്കെ ഓക്കെ. അടുത്ത ആൾ. My car is washed by him. മൈ കാർ ഇസ് വാഷ്ഡ് ബൈ ഹിം. അടുത്തത്. My car is washed by him. മൈ കാർ ഈസ് വാഷ്ഡ് ബൈ ഹിം. ഓക്കെ. ഇനി നജീബ് എഴുതിയിട്ട് മൈ കാർ ഈസ് വാഷ്ഡ് ബൈ ഹിം. ഈ ആരാണ്? രേഷ്മ എഴുതിയിട്ടുണ്ട് മൈ കാർ ഈസ് വാഷ്ഡ് ബൈ ഹിം. ഓക്കെ. ആ നിശ്ചയ കറക്റ്റ് ആണ്. ഓക്കെ 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 ശരിയാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് എഴുതി കേട്ടോ. ഐ റീഡ് READ. I read newspaper NEWS. Newspaper PAPER. Newspaper every day. EVERY DAY. EVERY DAY. I read newspaper every day. Okay. I have a situation. Newspaper is read by me every day. ഒരാളെന്ന് പറഞ്ഞു. ഓക്കെ. അടുത്ത ആള്. Newspaper is read by me every day. Every day. Okay, okay. Newspaper is read by me every day. Okay. Gita is newspaper is read by me every day. Okay. അടുത്ത ആള്. Newspaper is read by me every day. Okay. Newspaper is read by me. The ID newspaper is read by me every day. Okay, okay. അടുത്ത ആള്. The newspaper read by me every day. Newspaper Read by me every day. read അല്ല. അതിന്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുമ്പോൾ സ്പെല്ലിംഗ് സെയിം ആയിരിക്കും. പക്ഷെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ റെഡ് എന്ന് പറയും കേട്ടോ. Okay. അടുത്തത്. ഞാനാണ്. ഓക്കെ. അപ്പൊ ഇത് ആൻസറൂടെ കറക്റ്റ് ആണ് പറഞ്ഞത്. ഐ റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? ന്യൂസ് പേപ്പർ വായിക്കുന്നു. എന്ത് വായിക്കുന്നു? ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ. ന്യൂസ് പേപ്പർ. ആദ്യം ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ ആണ്. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ഈസ്. ന്യൂസ് പേപ്പർ ഈസ്. റീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? PP. റീഡ് റെഡ് റെഡ് ആണ്. സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ റെഡ് എന്ന് പറയാവുന്നതാണ്. അപ്പോ ന്യൂസ് പേപ്പർ ഈസ് റെഡ് എവരി ഡേ ബൈ മീ. ഓക്കെ. അടുത്തത് കേട്ടോ. they 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 take 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 English 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 lessons LESSONS. ഏതൊരു പറയാം. they take English lessons LESSONS. Okay. English lessons took by them. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്.
English lessons English are taken by them. taken by them. രേഷ്മ എഴുതിയിട്ടുണ്ട്. English lessons are took by them. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയൊരു അശ്രദ്ധ തന്നെ വെച്ചിട്ടുണ്ട്. English lessons are English taken by lessons them. are English lessons are taken. ഒരാള് പറഞ്ഞേ. English lessons taken by them. English lessons are taken by them. ഓക്കെ 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 ഓക്കെ. ഗീതു എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ലെസൺസ് ആർ ടേക്കൻ ബൈ ദം. English lessons are taken by them. English lessons are taken by them. ഇംഗ്ലീഷ് ലെസൺസ് ആർ ടേക്കൻ ബൈ ദം. ഓക്കെ 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 ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ എഴുതാം? അങ്ങനെയാണ് ചെയ്തു. പറയും, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ശരി രീതിയിൽ ഓക്കെ. ഇംഗ്ലീഷ് ലെസൺസ് English lessons are taken by them. ഓക്കെ ഓക്കെ, നിങ്ങൾ ആൻസർ കറക്റ്റ് ആണ്. ഇനി ഞാനൊരു 3 എണ്ണം കൂടി പറയാം, അത് നിങ്ങൾ സൗകര്യം പോലെ എഴുതിയാൽ മതി. നിങ്ങളുടെ ഒരു എക്സസൈസ് പോലെ. ഒന്നാമത്തത് they learn LEARN. They learn LEARN. Learn Hindi HINDI. They learn Hindi every day. EVERYDAY every day. They learn Hindi every day. ആദ്യത്തെ കഴിഞ്ഞു. രണ്ടാമത്തത് we wash wash the room room every every morning MORNIH. ഒന്നുകൂടി പറയാം. we wash the room every morning. അടുത്തത് I see him see him daily DAILY. I see him daily. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് 3 നിങ്ങൾ സ്വന്തമായിട്ട് ഇത് കഴിയുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പുതിയതിലോട്ട് വരാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടി ഇത് സൂചിപ്പിക്കുകയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അങ്ങനെയുള്ള സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തെ പാസീവ് വോയിസിലോട്ട് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റിനെ പാസീവ് വോയിസിലോട്ട് മാറ്റി എഴുതേണ്ടത്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പുതിയതൊരെണ്ണം പഠിക്കാൻ പോവുകയാണ്. അതാണ് സിമ്പിൾ പാസ്റ്റ്. നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. ഇനി ആ ഒരു ഹെഡിങ് കൊടുത്തു, സിമ്പിൾ പാസ്റ്റ്. SIMPLE സിമ്പിൾ പാസ്റ്റ്. PAST പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ പാസ്റ്റ്. ഓക്കെ,
സിമ്പിൾ പാസ്റ്റ് ആണ് ഒരു സെന്റൻസ്, സിമ്പിൾ പാസ്റ്റിലാണ് ഒരു സെന്റൻസ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്തും? ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്കത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വെന്റ് ടു ഡൽഹി, ഞാൻ ഡൽഹിക്ക് പോയി. ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. ഐ വെന്റ് ടു ഡൽഹി, ഞാൻ ഡൽഹിക്ക് പോയി. അടുത്തത് ദേ ടുക്ക് ദ ബുക്ക്. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. അപ്പോ ദേ ടുക്ക് ദ ബുക്ക്, അവര് ബുക്ക് എടുത്തു. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും. അപ്പൊ നേരത്തെ നിങ്ങൾ എഴുതിയില്ലേ സിമ്പിൾ പാസ്റ്റ് എന്ന് എഴുതിയില്ലേ, അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ കൂടി എഴുതി വെച്ചോ. എസ് പ്ലസ് വി, വെർബിന്റെ വി, എസ് പ്ലസ് വി ബ്രാക്കറ്റില്, വിയുടെ ബ്രാക്കറ്റില് PAST പാസ്റ്റ്, PAST പാസ്റ്റ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ പാസ്റ്റ് എന്ന് വിളിക്കുന്നു. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും. ഇനി നിങ്ങൾ ഓരോരുത്തരും ഒരു എക്സാമ്പിൾ പറഞ്ഞ് സബ്ജക്റ്റ് വേണം, വെർബിന്റെ പാസ്റ്റ് ടെൻസ് വേണം. I saw him. I saw. ഓക്കെ I saw എന്ന് പറഞ്ഞപ്പോൾ തന്നെ സിമ്പിൾ പാസ്റ്റ് ആയി. സി എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആയി. ഓക്കെ, അടുത്താണ് I ate food. ഓക്കെ, I ate food. ശരിയാണ്. ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് I ate food. ഓക്കെ, പിന്നെ I killed a snake. I killed a snake. ഓക്കെ, ശരിയാണ്. I killed a snake. ശരിയാണ്. അടുത്തത് We She learned went home. she went to home. ഓക്കെ, ശരിയാണ്. അടുത്തത് ഗീതു എഴുതിയിട്ടുണ്ട് he wrote a letter. ശരിയാണ്. We learned a lesson. We learned a lesson. മുബീന എഴുതി they played cricket. ഓക്കെ, ശരിയാണ്. They played cricket. He danced well. They danced well. Okay, very good. They danced well. I liked a picture. I like A picture. ഇടയിൽ ഉദ്ദേശിച്ചത്. അതെ. ഓക്കെ. അടുത്തത് I drank milk this year. I washed clothes. അഫ്ര, ശരിയാണ്. I sang the song. I sang a song. ശരിയാണ്. I sang a song. Sing എന്നുള്ളൊരു പാസ്റ്റ് ടെൻസ് ആണ് sang. I sang a song. ഞാനൊരു പാട്ട് പാടി. നല്ലത്, കറക്റ്റ് ആണ്. He wrote a story. They wrote a story. Very good. They wrote a story. അവരൊരു കഥ എഴുതി. ഓക്കെ, ഇനി I broke the glass. I Broke the glass. എന്താണ്? ക്ലിയർ ആയില്ല, സൗണ്ട് ക്ലിയർ ആവാത്തതാണ്. Broke. ഡോക്കർ. BROKE. Yes, broke. Okay. ശരി. ഓക്കെ, വെരി. ബ്രേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ബ്രേക്ക് ദ ലോ അല്ലേ പറഞ്ഞത്? ഓക്കെ, കറക്റ്റ്. അടുത്തത് ഇനി ആരെങ്കിലും? ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. നിങ്ങൾ ഈ 24 പേരില് ധൈര്യമുള്ള ഒരാള് I am ready എന്നൊന്ന് പറഞ്ഞു.
ആൾക്കത് എഴുതി നോക്കില്ല. എനിബഡി ഐ ആം റെഡി എന്നൊരു വാക്ക് പറയും. ഇത് ആർക്കും തരൂലേ? സിമ്പിൾ ആയ ഒരു കാര്യം ചോദിക്കാം. പറഞ്ഞോല് പറ്റും. ഏ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോല് പറ്റിയത്. അത് കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത കാര്യം ഓർക്കുമ്പോ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പറയാമായിരുന്നു എന്ന് തോന്നില്ലേ? അപ്പൊ സബിക തന്നെ പോവാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ സർ. ഓക്കെ, അതാണ് ധൈര്യം. അപ്പൊ സബികയ്ക്ക് ഞാൻ ആദ്യമായിട്ട് കൺഗ്രാജുലേഷൻ തരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ പ്രാവശ്യം തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചെയ്യാനത് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ ആ വലിയൊരു മനസ്സിലുള്ള ആ ധൈര്യമില്ലേ, ആ ധൈര്യത്തിന് ഒരു അപ്രിസിയേഷൻ. അതെ, കൂടെ ഉള്ളവർ കൊടുത്തേ സബികയ്ക്ക് ഒരു അപ്രിസിയേഷൻ. ഓക്കെ ഓക്കെ. അതെ സബിക, സന്തോഷമായില്ലേ? ഓരോരുത്തരുടെ പിന്തുണ നോക്കി. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. സിമ്പിൾ ആയ കാര്യം പറഞ്ഞാൽ മതി, വേറെ ഒന്നുമല്ല. അതായത് ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ ഏകദേശം ഒരു 8:40 ഈ 8:40 വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞ എല്ലാ സംഭവവും സിമ്പിൾ പാസ്റ്റ് ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇത് കാരണം എല്ലാം കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. കഴിഞ്ഞു പോയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റാണ്, സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞു പോയതാണ്. നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഈ ക്രമത്തിലെയൊക്കെ സിമ്പിൾ വാചകങ്ങളായിട്ട് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ചെയ്ത കാര്യങ്ങൾ പറയുന്നു. ഞാനത് ഒരു എക്സാമ്പിൾ ഇടാം, തുടങ്ങി വെക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പറയാം, ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. പറയാലോ, ഐ ഗോട്ട് അപ്പ്. ഗെറ്റ് എന്ന് പറഞ്ഞ പാസ്റ്റ്, ഐ ഗോട്ട് അപ്പ് 6 o'clock in the morning. ഐ ടുക്ക് മൈ ബാത്ത്. ഞാനൊന്ന് കുളിച്ചു. അല്ല, രണ്ടാമത്തെ സെന്റൻസ് ആയി. ഐ കുക്ക്, ഐ പ്രിപ്പയർഡ് ദി ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെങ്കിൽ ഐ കുക്ക് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. അതെന്ത്, ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ്. അല്ലെങ്കിൽ ഐ വാഷ്ഡ് ദ ക്ലോത്ത്സ് ഓഫ് മൈ ഫാമിലി. എന്റെ കുടുംബത്തിലെ വസ്ത്രങ്ങളൊക്കെ ഞാൻ അലക്കി. ഇങ്ങനെ അവിടെ മുതലുള്ള പറയട്ടെ, സിമ്പിൾ ആയിട്ട് ആദ്യം പറയാം ഞാൻ എത്ര മണിക്ക് എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇത് കൂടാതെ എന്തെങ്കിലും പറയാം, സിമ്പിൾ ഭാഷകൾ. ഞാൻ ഇതിനൊക്കെ പേപ്പർ വായിച്ചു, കുറച്ചു നേരം ഒന്ന് TV നോക്കി, കുറച്ചു നേരം മൊബൈലിലെ നോട്ടിഫിക്കേഷൻ നോക്കി, നോട്ടിഫിക്കേഷൻ മറുപടി കൊടുത്തു. എന്ത് വേണമെങ്കിലും എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞു പോയി രാവിലെ മുതൽ ഇത്രയും സമയം വരെ. അപ്പോ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സഹായിക്കാം. I got up early morning 5:30 a.m. Got up at early morning. Okay, very good, very good. Okay. And I take my bath. Took my bath. Took not. Take a present tense and past tense. I took my bath. Okay. Bath. And my prayer. Okay. I did my prayer. Like I prayed. Okay. Perfect. And I cooked my breakfast. I cooked the breakfast. I think I'm പറഞ്ഞതൊക്കെ തന്നെ എന്താ ഒന്ന് മാറ്റി പറയാം. And I went my relatives home. Very good. I went to my relatives home. Okay. എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഞാൻ പോയി. And ഞാൻ റിലേറ്റീവുമായി സംസാരിച്ചു. അതുകൊണ്ട് പറയും. I spoke with my cousin. Cousins. Okay. And I back to home. അപ്പൊ നമുക്ക് അവിടെ പറയുന്നുണ്ടെങ്കിൽ ഒരു സമയം കാണിക്കാം. I back to home at 10:30 അല്ലെങ്കിൽ I back to home at 9 AM. 9 മണിക്ക് തിരിച്ചെത്തി. I back to home at 10 a.m. And I take some rest. I took some rest. I rested എന്ന് പറയാം. I took some rest. Okay.
ആ and I played with my boy. ആ അപ്പൊ കുട്ടികളല്ലേ ഒരു അപ്പൊ ഐ പ്ലേഡ് വിത്ത് മൈ ചിൽഡ്രൻ അല്ലെങ്കിൽ വിത്ത് മൈ ചൈൽഡ്. കുട്ടിയുള്ളൂ, ഒരു കുട്ടിയുള്ളൂ. പക്ഷേ പ്ലേഡ് വിത്ത് മൈ ചൈൽഡ് And I slept him by giving food for him. Okay. And I cook lunch for my family. Okay. And I get some sleep. Sleep. Take some sleep. Took some sleep. Okay. സൗണ്ടിന്റെ ചെറിയ പ്രശ്നമാണ്. ഓക്കെ പറഞ്ഞോ. And I woke up at 4 p.m. And I make tea and snacks for my made. I made tea and snack for my childrens. Okay. And I will get for my prayer. I will വരുമ്പോ ഫ്യൂച്ചർ ഭാവി കാലമാണ്. Go to my prayer. Go to my prayer. I did my prayer. Okay. I prayed God. Okay. And I went hospital. I went to hospital. Okay. And went to my home at 7:30 p.m. I returned to home at 7:30 p.m. Okay. And attended my class. I attended the class. Very good. വളരെ മനോഹരമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ഇതിനകത്ത് നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. വെരി ഗുഡ് ആൻഡ് ഹാർട്ടി കൺഗ്രാജുലേഷൻ. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ. ഇതായിരിക്കും നമ്മുടെ മനോഭാവം. അവസരങ്ങളൊക്കെ നമ്മൾ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ. അടുത്തത് ആരാണ്? ഐ ആം റെഡി എന്ന് പറയുന്നത്. Yes, very good. Your name is Reshma. Reshma. Varga Reshma. I woke up at 5:30. Okay. Then I did my kitchen works. Oh, very good. And Then I did my kitchen works. Avella jolly very good. Okay. Then I'm take care of my child. I took care of my child. ഇതെല്ലാം കഴിഞ്ഞു പോയ സംഭവങ്ങൾ. ഫാസ്റ്റ് കേട്ടോ. Also my husband. At 8:30, my husband he went to office. Okay. And at the 10 a.m. I went to market to bought some vegetables. Okay, I went to market and got some vegetables. Okay. Then I'm done my then I did my part-time job in post office. Okay. As a postwoman. Okay. Then I came back to home at 2 p.m. Okay. Routine ദിനചര്യ എന്നാണ്. Okay, correct ആണ്. Okay, very good. At 3 o'clock, I'm went to school to pick my children. Okay. Then I'm prepared some snacks for them. Okay. At 4:30 to 6:30, took tuition. പഠിപ്പിച്ചു എന്നാണ്. അതെ, I take tuition. അതൊക്കെ ടുക്കാക്കിക്കോ. ടേക്ക് പെർസെന്റേജ് ആണ് പെർസെന്റേജ്. ട്യൂഷൻ Okay, sorry, I took tuition. After sometimes I'm played with my child.
Okay. Then I'm also studied them. Okay. Then my husband came back Okay. and prepared tea for him Okay. and spend some time with him. Okay. Then 8 p.m. I am attending this class. From 8 p.m. onwards, I am attending this class. Very good, very good. നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി സമയം കിട്ടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ചിന്തിച്ചു. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഇനി അടുത്തതാരാണ്? Who is next? ഇന്ന് നടന്ന സംഭവം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ ഈ 8:50 വരെ ഉണ്ടായ സംഭവമാണ് നമ്മൾ പറയുന്നത്. Who is next? ഞാൻ പറയാം സർ. വെരി ഗുഡ്. നജീബ്. ഓക്കെ 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 നസീല. ഓക്കെ, പറഞ്ഞോളൂ. I got up early at morning. Early morning. Okay, bye. I prepared breakfast Okay. and lunch for my kids. Okay. We took breakfast, sent my children to school at 8:30 a.m. Okay. and cleaned my house Okay. and washed clothes. Okay. After I took bath, Okay. we ate lunch at 1:30 p.m. Okay. I prepared snacks and tea for my kids. Okay. I played with my children. Okay. After I prayed Okay. and I prepared chapati for my family. Very good. I prepared chapati for my family. And I attended the class. I attended the class. ഇത് അറ്റൻഡിംഗ് കൂടി ആക്കണം, കാരണം ഇത് കണ്ടിന്യൂസ് ആണ്. Attending my class. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ആം അറ്റൻഡിങ് ദ ക്ലാസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ചുകൂടി ധൈര്യം വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഇനി അടുത്തതാരാണ്? നമ്മളിത് എഴുതിയാൽ മാത്രം പോരല്ലോ, നമുക്ക് പറയാനും കൂടി ഒരു ധൈര്യം വേണ്ടേ, കോൺഫിഡൻസ് വേണ്ടേ? ഞാനിവിടെ അടുത്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചാടി വീഴൂ. നെക്സ്റ്റ് ഞാൻ റെഡി. മോർണിംഗ് സെഷനിൽ ഞാൻ ഇതേപോലെ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ട് പിന്നെ അവരെ സമാധാനിപ്പിച്ചിട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയിപ്പിക്കാന്ന് പറഞ്ഞ് നിർത്തേണ്ടി വന്നു. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? അടുത്തൊരാള് തെറ്റിക്കോട്ടെ, അത് നമുക്കൊരു വിഷയമേ അല്ല. ഇന്ന് നടന്ന എല്ലാ സംഭവവും നമുക്ക് ഇങ്ങനെ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളൊരു ജോലിക്ക് ഒരു ഇന്റർവ്യൂവിൽ ചെന്നിട്ട് അവര് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോ എന്തെങ്കിലും നമുക്കൊന്ന് പറയണ്ടേ? യെസ്, ഹു ഈസ് നെക്സ്റ്റ്? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാലോ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാർ ഇപ്പൊ അവിടെ ഇല്ലേ? അങ്ങനെ പറയാ, ഐ ആം റെഡി. സിമ്പിളായ കാര്യങ്ങളല്ലേ. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. I am ready, sir. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് പ്രോത്സാഹനവും ഇത് കൊടുത്തപ്പോഴാണ് ഷീജ റെഡി ആയത്. ഓക്കെ ഷീജ. Okay, sir. I woke up early morning and then I went to gym. Then I came back. I took bath and I prepared my breakfast. ഓക്കെ. Then I worked I done my work. I did. Okay, sorry, sir. I did my work. Then after I prepared my lunch for my family. Okay. Then 2:30 I went to sleep. Then 4 o'clock I woke up and I made coffee and drank. Okay. Then I cleaned my home. Oh, okay. Then night I prayed and now attending the class. Oh, yes, very good, very good. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, കാരണം എല്ലാവരുടെയും ഐ പ്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഷീജ. വെരി ഗുഡ്, കുഴപ്പമില്ല. Thank you, sir. Who is next? Sir, Yes, ശരണ്യ, പറഞ്ഞോളൂ ശരണ്യ.
I got up 6 o'clock in the morning. Okay. I took my bath Okay. and I cooked the breakfast for my family, Very good. and Okay. we went to see an astrologer at 7 o'clock. Okay. Then, we returned. We came back to home at 10 a.m. Very good. Then, Okay. I went to I went to LIC office. I went to LIC office with my husband at 11 o'clock to Okay. pay a due installment. Then we came back to home at 12 o'clock. Okay. At I took a sleep. I took a sleep at 2 o'clock. Then I got up 4 o'clock in the evening, and I made tea for my family. Okay. Then I took tuition for my children at 4:30 p.m. to 6:30 p.m. Okay. From Mandu, from 4:30 From okay. 4:30 to 6:30 p.m. Okay. Then we ate our dinner at 7:30 p.m. And But currently supper. Sapradaga. Okay. And currently I am attending my class. Very good. Very good. നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഓക്കെ 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 വെരി ഗുഡ് നന്നായിട്ടുണ്ട് വെരി ഗുഡ് ഓക്കെ അപ്പൊ ശരണ്യ പറഞ്ഞു കഴിഞ്ഞു ഇനി who is next? Sir, Yes, Bhavan. Yes, പറഞ്ഞു. I woke up at 7 o'clock. Very good. I took some exercise Oh, yes. ആരും പറയാത്ത കാര്യങ്ങളാണ്. Very good. I took some exercise. and I took my bath. Okay. I ate the breakfast. Okay. After that, I wrote a book I taken from library. Then I studied for my PSC exam. After that, I ate my lunch and I took a nap. And I woke up and I took a bath. Then I took the tuition for Okay. children. Okay, okay, okay. Very good. കുറച്ചുകൂടി നല്ല പോളിഷായ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. കുറച്ച് വാക്കുകളൊക്കെ നല്ല ഭംഗിയായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരാൾ കൂടി ചാൻസ് തരാം. ഓക്കെ ഓക്കെ പറഞ്ഞോളൂ. I woke up 5 o'clock in the morning. Okay. I read newspaper. I cooked breakfast. My daughters went to school. My son went to Anganwadi. Okay. I took bath. I went to post office. I went to Akshaya. After some time, I returned my home. I took some rest. I went to pick my son Anganwadi. When I came, my daughters arrived home. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നന്നായിട്ടുണ്ട് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഓക്കെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് രണ്ട് ടെൻസുകളെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ പ്രസന്റ് അത് സ്ഥിരമായിട്ടുള്ള സ്വഭാവത്തെ കാണിക്കുന്ന ഹാബിച്വൽ ആക്ഷൻ. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു. ഓബ്ജക്റ്റ് ആദ്യം എഴുതി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയണം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഓക്കെ ഇപ്പൊ ഇന്ന് പറഞ്ഞ സിമ്പിൾ പാസ്റ്റുമായി ബന്ധപ്പെട്ടോ
അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കും. യെസ്, സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. കാരണം എല്ലാവരും നല്ല ബുദ്ധിയുള്ള കുട്ടികളായതുകൊണ്ട് ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ എനി ഡൗട്ട് എനിബഡി സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ടോ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ഉണ്ടാക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടോ അതുമല്ല എങ്കിൽ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞതിലോ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, അപ്പൊ ആർക്കും സംശയമില്ലാന്ന് കരുതുന്നു. അപ്പൊ വി വിൽ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ഓക്കെ Okay, sir. Okay, sir. Thank you. Thank you, sir. Thank you, sir.